ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ലിക്വിഡ് നൈട്രജൻ പരിചയമില്ലാത്ത ആരും കാണില്ല. എന്നാൽ ഒരു കാലത്ത് ഒരിക്കലും ലിക്വിഫൈ ചെയ്യാൻ കഴിയാത്ത ഒരു വാതകമായിട്ടാണ് നൈട്രജനെ കരുതിയിരുന്നത്. കാരണം ഹൈ പ്രഷർ അപ്ലൈ ചെയ്ത് കംപ്രസ് ചെയ്താണ് വാതകങ്ങളെ ലിക്വിഡാക്കിക്കൊണ്ടിരുന്നത്. റൂം ടെമ്പറേച്ചറിൽ ഇവയെ ഒരിക്കലും കംപ്രസ് ചെയ്ത് ലിക്വിഡാക്കാൻ കഴിയില്ല. കാരണം ഓരോ ഗ്യാസസിനും ഒരു ക്രിട്ടിക്കൽ ടെമ്പറേച്ചറുണ്ട്. അതിന് മുകളിൽ ഒരിക്കലും ഇവയെ ലിക്വിഫൈ ചെയ്യാൻ കഴിയില്ല. ഹൈഡ്രജൻ, ഹീലിയം, ഓക്സിജൻ, നൈട്രജൻ പോലെയുള്ള വാതകങ്ങൾക്ക് അവയുടെ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ നെഗറ്റീവ് ടെമ്പറേച്ചറാണ്, 0 ഡിഗ്രിയിലും താഴെയാണ്. ആയതിനാൽ റൂം ടെമ്പറേച്ചറിൽ നിന്ന് മാത്രമല്ല 0 ഡിഗ്രിയിൽ പോലും ഇവയെ ലിക്വിഫൈ ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് അവയെ പെർമനൻറ്റ് ഗ്യാസസ് എന്ന് വിളിച്ചിരുന്നു. എന്നാൽ ഇന്ന് നമുക്ക് ഏതൊരു ഗ്യാസിനെയും അതിൻ്റെ ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിന് താഴെയുള്ള ഒരു ടെമ്പറേച്ചറിൽ കംപ്രസ് ചെയ്താൽ ലിക്വിഡാക്കാം. അത് തിരിച്ച് റൂം ടെമ്പറേച്ചറിൽ കൊണ്ടുവരുമ്പോഴേക്ക് അത് ഫ്യൂം ചെയ്ത് ഗേഷ്യസ് സ്റ്റേറ്റിലേക്ക് മാറുന്നത് കാണാം.